നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ കേരള കൗമുദിയുമായി ബന്ധപ്പെട്ട് GM സാറിനോട് സംസാരിച്ച സമയത്ത് ദേശീയ തലത്തിൽ ടൂറിസ്റ്റുകളെ, സഞ്ചാരികളെ നമുക്ക് ഇവിടത്തേക്ക് ആകർഷിക്കാൻ കഴിയുന്നില്ല. രേവതി മേഡമൊക്കെ അഭിനയിച്ച് പ്രഗത്ഭവതിയായ മേഡത്തിനെ പോലുള്ള ആൾക്കാർ വരിക്കാശ്ശേരി മന 1 രൂപ പോലും അവിടെ ചെലവഴിക്കാതെയാണ് നമ്മളെ ഈ കാസർഗോഡ് ഇങ്ങേ തല മുതൽ തിരുവനന്തപുരത്തൊക്കെ ആൾക്കാർ എത്തിച്ചേരുന്നത്. ഇത്രയും സൗകര്യങ്ങൾ തീരെ ഒരു 12 മണിക്കൊന്നും എത്തിച്ചേരാത്ത വിധം ഉണങ്ങിക്കിടന്ന അത്രയും ഒരു വരൾച്ച ബാധിച്ച ഒരു പ്രദേശത്തായിരുന്നു ഇത്രയും മനോഹരമായ രീതിയിൽ മാറ്റിയെടുത്തത്. അപ്പോൾ ദേശീയ തലത്തിലുള്ള ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതിനുള്ള എന്തെങ്കിലും വിദ്യകൾ, നമ്മുടെ പ്ലാനുകൾ, മേഡത്തിനെ പോലുള്ള ഇൻ്റർനാഷണൽ നമ്മുടെ ഇത് പറയുന്നത് സെലിബ്രിറ്റികളാണ്, സിനിമാ മേഖലയിലുള്ള ആൾക്കാരാണുള്ളത്, കൂടാതെ കളരി മേഖലയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ സിനിമാ മേഖല വിചാരിച്ചാൽ തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു ഏറ്റവും ഇപ്പോൾ നമ്മളെ വിജയിച്ച കോടികൾ വാരിക്കൂട്ടിയ പടമുണ്ടല്ലോ, അതുപോലെ ഏതെങ്കിലും സിനിമയും കൂടി ഇതിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി പ്രശസ്തിയിലേക്ക് വരുന്നതാണ് മനസ്സിലാകുന്നതാണ് എൻ്റെ അഭിപ്രായം. സിനിമയുടെ മേലെ നിങ്ങൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഇടുന്നുണ്ട്, അത് വിട്ടേക്കും. പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൊന്നിയിൻ സെൽവൻ, മണിരത്നം ചെയ്ത പൊന്നിയിൻ സെൽവൻ അതെവിടെ ഷൂട്ട് ചെയ്തു എന്ന് നമ്മൾ ടൈറ്റിൽസിൽ കണ്ടാൽ നമ്മൾ തന്നെ പോയി ചില കാര്യങ്ങൾ പോയി നമുക്ക് കാണാൻ തോന്നും. ഇങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മുടെ ദേശത്തുണ്ടോ, കേരളത്തിലായിരുന്നോ, എവിടെയൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ആ സിനിമ അവിടെ ഷൂട്ട് ചെയ്യപ്പെട്ട ചില ലൊക്കേഷൻസ് ഉണ്ടല്ലോ, അതേപോലെ പല ലൊക്കേഷൻസ് ഈ മറ്റേ ഫോർ എക്സാമ്പിൾ ലഡാക്കിൽ ഈ 3 Idiots എന്ന് പറഞ്ഞൊരു പടം ഷൂട്ട് ചെയ്തു. പാങ്കോങ് ലേക്ക് എന്ന് പറഞ്ഞ ഇങ്ങനത്തെ ഒരു അത്രയും ഉയരത്തിൽ ഒരു ലേക്ക് ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമല്ല, നിയർലി 3/4 ഭാഗം ചൈനയിലാണ്, ഓൺലി 1/3 ആണ് ഇന്ത്യയിൽ. എന്നിട്ടും അതിപ്പോൾ ഭയങ്കരമായിട്ട് ഇറ്റ്സ് ബിക്കം സോ പോപ്പുലർ ബിക്കോസ് ഓഫ് ദാറ്റ് വൺ ഫിലിം. അപ്പൊ നമ്മള് സ്വിറ്റ്സർലാൻഡ് ഇസ് എ കംപ്ലീറ്റ് എക്സാമ്പിൾ. അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ പൊന്നിയിൻ സെൽവൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പല ഇങ്ങനെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഇത് എവിടെയാണ് ഷൂട്ട് ചെയ്തത് നമുക്കൊന്ന് പോയി കാണാം, അങ്ങനത്തെ ചില കാര്യങ്ങൾ. അപ്പോൾ ഐ ഫീൽ ഫിലിം ഇൻഡസ്ട്രി വിഷ്വലായിട്ട് പല കാര്യങ്ങൾ അവർ തെരഞ്ഞെടുത്ത് കാണാത്ത ഭാഗത്ത് നമ്മൾ ഷൂട്ട് ചെയ്യണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആ സിനിമയിൽ കാണുമ്പോൾ നമ്മൾ പോയിട്ട് ഇത് എവിടെയാണെന്ന് നമ്മളും അന്വേഷിച്ച് പോയാൽ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ഒരു സ്ഥലത്തിന് ഒരു ഇമ്പോർട്ടൻസ് വരും.